ഡോക്ടർ ടി.എം. തോമസ് ഐസക് കേരളത്തിൽ മുഖവുര ആവശ്യമില്ലാത്ത ഇടതുപക്ഷ നേതാവ്. 4 നൂറ്റാണ്ട് കാലമായി കേരളം കൈവരിക്കുന്ന വികസന നേട്ടങ്ങളുടെ മസ്തിഷ്കം. 20 വർഷമായി MLA, 2 തവണ മന്ത്രി. ജനകീയാസൂത്രണ പ്രസ്ഥാനം, കുടുംബശ്രീ, സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനം, ഉറവിട മാലിന്യ സംസ്കരണം, വിശപ്പുരഹിത കേരളം, കിഫ്ബി, വൈജ്ഞാനിക സമ്പദ്ഘടനയുടെ ആവിഷ്കാരം തുടങ്ങിയ നൂതന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആസൂത്രണ വിദഗ്ധനാണ് അദ്ദേഹം. ആധുനിക കേരള വികസനത്തിന്റെ നെടുന്തൂണായ ജനകീയ നേതാവ്. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹത്തെ പോലെ ഒരാൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉച്ചത്തിൽ മുഴങ്ങും. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ നെഞ്ചുറപ്പോടെ നേരിടും. കേരളത്തിന്റെ അവകാശങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങാനുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം പത്തനംതിട്ടയുടെ വികസന വിജ്ഞാന മുന്നേറ്റത്തിന് ദിശാബോധം നൽകും. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ ഡോക്ടർ ടി.എം. തോമസ് ഐസക്. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്. ഡോക്ടർ തോമസ് ഐസക്കിനെ തങ്ങളുടെ വഴികാട്ടിയും സുഹൃത്തും അധ്യാപകനും വിജ്ഞാന വികസന നായകനുമായി നെഞ്ചേറ്റുകയാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ. ജനകീയ ആസൂത്രണത്തിന്റെയും കുടുംബശ്രീയുടെയും കിഫ്ബിയുടെയും വിജ്ഞാന കേരളത്തിന്റെയും ഉപജ്ഞാതാവിനെ തങ്ങളുടെ ജനപ്രതിനിധിയായി കിട്ടിയതിന്റെ ആവേശമാണ് എങ്ങും. 15 വർഷത്തെ വികസന മുരടിപ്പിന് അനിവാര്യമായ അന്ത്യം. ഇനിയുള്ളത് ഒറ്റക്കെട്ടായ വികസന മുന്നേറ്റത്തിന്റെ നാളുകൾ. തോമസ് ഐസക്കിലൂടെ നാടിന്റെ ആത്മവീര്യം വീണ്ടെടുക്കുകയാണ് പത്തനംതിട്ട. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കുടുംബശ്രീക്ക് രൂപം നൽകിയത് തോമസ് ഐസക് ആണ്. 1996 നായനാർ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ചെയർമാനായ കമ്മിറ്റിയാണ് കുടുംബശ്രീ എന്ന ആശയവും പ്രവർത്തന പദ്ധതിയും മുന്നോട്ടുവെച്ചത്. തുടർന്ന് 2006 ഐസക് ധനമന്ത്രിയായതോടെ കുടുംബശ്രീക്ക് ബഡ്ജറ്റിൽ ഇടമുണ്ടായി. ഇന്ന് 43 ലക്ഷം കുടുംബങ്ങൾ കുടുംബശ്രീയിലുണ്ട്. 2.65 ലക്ഷം അയൽക്കൂട്ടങ്ങൾ, 1400 കോടിയുടെ ലഘുസമ്പാദ്യം, 1700 കോടിയുടെ വായ്പകൾ, 40,000-ഓളം സംരംഭകർ, 2.25 ലക്ഷം വനിതാ കർഷകരുൾപ്പെട്ട 50,000 സംഘകൃഷി ഗ്രൂപ്പുകൾ, 54,000 ബാലസഭകൾ, 74 IT യൂണിറ്റുകൾ. അങ്ങനെ ലോകത്തിനു മുന്നിൽ കേരളം വികസിപ്പിച്ച സ്ത്രീ ശക്തിയുടെ മഹാത്ഭുതമാണ് ഇന്ന് കുടുംബശ്രീ. സഖാവ് തോമസ് ഐസക്കാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതേക്കുറിച്ച് മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് IASന്റെ വാക്കുകൾ കേൾക്കാം. കേരളത്തിന്റെ വികേന്ദ്രീകരണം 25 വർഷം പിന്നിടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 3 പരസ്പര ബന്ധമുള്ള പ്രസ്ഥാനമാണ് നമ്മൾ കാണുന്നത്. 1 ജനകീയ ആസൂത്രണം, 2 കുടുംബശ്രീ, 3 ഇതിന് രണ്ടിനും പോഷണം നൽകുന്ന കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്നത്തെ രൂപവും ഭാഗം പകർന്നു കൊടുക്കുന്നതിൽ ശ്രീ പാലോലി മുഹമ്മദ് കുട്ടി, ഡോക്ടർ തോമസ് ഐസക് ഇവർക്ക് വലിയ പങ്കുണ്ട്. എല്ലാ പ്രസ്ഥാനവും വ്യക്തികൾക്ക് അതീതമാണെന്ന് നമ്മൾ പറയാം. പക്ഷേ ഇവരുടെ പങ്ക് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ നടന്നു. പിന്നെ എന്ത് അധികാരമാണ് പഞ്ചായത്തിന് കൊടുക്കേണ്ടത്, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കേണ്ടത്, അത് അവർ എങ്ങനെ അത് വിനിയോഗിക്കും? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല, ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. അതേസമയം അവർക്ക് ശാക്തീകരിക്കുകയും വേണം. അത് അത്ര എളുപ്പമല്ല, പറയാൻ വളരെ എളുപ്പമാണ്. അത് പ്രായോഗിക തലത്തിൽ ഇവരെ കാണിച്ചു കൊടുത്ത്, പ്രത്യേകിച്ച് ഡോക്ടർ ഐസക് ആ ട്രെയിനിങ്ങിൽ നേതൃത്വം നൽകി സാധാരണ മനുഷ്യർക്ക് ഈ മനസ്സിലായി ആസൂത്രണം ചെയ്യാനുള്ള ആ ഒരു മെത്തഡോളജി. കല്യാശ്ശേരി എന്നാണ് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടത്. പക്ഷേ ഡോക്ടർ ഐസക്കിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. കുടുംബശ്രീ, ദേശീയ ഗവൺമെന്റ് തന്നെ പറയുന്നത് കുടുംബശ്രീയെ മാതൃകയാണ് ഏറ്റവും നല്ലത്. കുടുംബശ്രീ മാതൃക വഴി സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാണം. ഇന്ന് കേരളത്തിൽ 65,000 കുടുംബങ്ങളെ ഉള്ളൂ അതിദരിദ്രരായിട്ടെന്ന് കണ്ടത്. ഈ ദാരിദ്ര്യം ഇത്രയ്ക്ക് കുറച്ച് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കുടുംബശ്രീയാണ്. അപ്പൊ കുടുംബശ്രീ സംഘടനാ സംവിധാനം എങ്ങനെ വേണം, അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനും ഒരുപാട് കോൺട്രിബ്യൂഷൻ ഡോക്ടർ ഐസക്കും അഫ്കോഴ്സ് പാലോലി സാറാണ് അതിന് ഒരു തലതൊട്ടപ്പനായിട്ടിരുന്നത്. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്. തോമസ് ഐസക്കിന്റെ വികസന ആശയങ്ങൾ 100 മേനി വിളവെടുത്ത മണ്ണാണ് ആലപ്പുഴ. ആ പദ്ധതികളെല്ലാം പിന്നീട് കേരളം ഏറ്റെടുത്തു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ആലപ്പുഴയിൽ ആവിഷ്കരിച്ച നിർമ്മല നഗരം നിർമ്മല ഭവനം പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടി. കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി, അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള കുടുംബ മൈക്രോ പ്ലാനുകൾ, സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളെ മാർക്കറ്റിംഗ് കമ്പനികളുടെ കുടക്കീഴിൽ സംരക്ഷിക്കൽ, 1000 കുടുംബങ്ങൾക്ക് 6 വർഷമായി സൗജന്യ ഭക്ഷണം നൽകുന്ന ജനകീയ ഭക്ഷണശാലകൾ, തീരദേശത്തിലെ കുട്ടികൾക്ക് ലൈബ്രറികളെ പഠന വീടുകളാക്കിയ പ്രതിഭാതീരം പദ്ധതി, സ്ത്രീ സംരക്ഷണത്തിനുള്ള ക്രൈം മാപ്പിംഗ് തുടങ്ങിയവയെല്ലാം തോമസ് ഐസക് യാഥാർത്ഥ്യമാക്കിയ വികസന ആശയങ്ങളാണ്.
സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഭാവിയിലേക്കുള്ള കുതിപ്പായി മാറിയ കിഫ്ബിയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. 25 വർഷത്തിന് അപ്പുറമുള്ള കേരളം ഇന്ന് നിർമ്മിക്കുക, അതാണ് കിഫ്ബിയുടെ ലക്ഷ്യം. 50,000 കോടിയുടെ വികസന പദ്ധതികളാണ് 2016-17 ബഡ്ജറ്റിൽ അദ്ദേഹം കിഫ്ബിയിലൂടെ പ്രഖ്യാപിച്ചത്. ദേശീയപാത വികസനം, ട്രാൻസ്കിഡുകൾ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, മലയോര പാത, തീരദേശ പാത, ആധുനിക റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങൾ, ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം, ശബരിമല മാസ്റ്റർ പ്ലാൻ ഇവയൊക്കെ കിഫ്ബിയുടെ സംഭാവനകളാണ്. പത്തനംതിട്ട മണ്ഡലത്തിലും 7,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നവകേരളം സൃഷ്ടിക്കുക, അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട്. ആ നയം ചോരയിലലിഞ്ഞ ധനമന്ത്രിയായിരുന്നു സഖാവ് തോമസ് ഐസക്. അതുകൊണ്ട് അദ്ദേഹം ധനകാര്യ വകുപ്പ് ഭരിച്ച കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർന്നു. 100 രൂപയിൽ നിന്ന് പെൻഷൻ 1,600 രൂപയായി ഉയർന്നു നിൽക്കുമ്പോൾ അതിൽ 1,400 രൂപയും വർദ്ധിപ്പിച്ചത് ധനമന്ത്രിയുടെ കസേരയിൽ അദ്ദേഹം ഇരുന്നപ്പോഴാണ്. സർ, എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും 1,000 രൂപയായി ഉയർത്തുന്നു. ഇതിനായി 1,000 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. മുഴുവൻ പെൻഷൻ കുടിശ്ശികളും ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കുന്നതാണ്. എല്ലാ ക്ഷേമ പെൻഷനുകളും 1,600 രൂപയായി ഉയർത്തുന്നു. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്. പാവങ്ങളുടെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു നൽകിയതാണ് തനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകിയ തീരുമാനമെന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തുവരുന്നത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നിയ ഒരു തീരുമാനം എന്തായിരുന്നു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ? അത് ഈ പെൻഷൻ തന്നെയാണ്, ക്ഷേമ പെൻഷൻ. ആൾക്കാർക്ക് ഭയങ്കര പാവങ്ങൾക്ക് എന്തൊരു രണ്ട് ഈ കിഫ്ബിയാണ്. We want Isaac as our MB, he is hero, കിഫ്ബി hero. മണിമലയാറ്റിൽ കുറുകെ പാലം മൊത്തം ഫണ്ടും കിഫ്ബി, കൊടുമണ്ണിൽ ഒരു സ്റ്റേഡിയം എത്തി മൊത്തം ഫണ്ടും കിഫ്ബി. ഈ അനുഭവ പരിചയവുമായാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് പത്തനംതിട്ടയെ നയിക്കാനെത്തുന്നത്. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തിന്റെ നയവും നിലപാടും ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പാർലമെന്റിൽ പോരാടും. Particularly the attempt to reverse the tax structure in the lottery, to give free license to lottery mafia to enter states on an equal par with the state-owned lotteries is totally unacceptable. ഭയം ഒരു രാജ്യവും അവിടെ നിശബ്ദത ഒരു ആഭരണമാണ് എന്ന വരികൾ കുറിച്ചത് വയനാട് മീനങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ധ്രുപദ് ഗൗതം എന്ന 15-കാരനായ വിദ്യാർത്ഥിയാണെന്ന് ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവനയെ പോലും ഭയം ഗ്രസിച്ചു കഴിഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും രാജ്യത്ത് പടർത്തുന്ന ആശങ്ക വാക്കുകൾക്ക് അതീതമാണ്. ഇന്നലെ വരെ ഇന്ത്യക്കാരായി ജീവിച്ച 19 ലക്ഷത്തോളം അസംകാരുടെ തലക്ക് മുകളിൽ തടങ്കൽ പാളയത്തിന്റെ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ തുരങ്കം വയ്ക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ ഉയരുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രക്ഷോഭ കാലത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളും. അതേസമയം പത്തനംതിട്ടയുടെ വികസന മുന്നേറ്റത്തിന്റെ ചുക്കാൻ കയ്യിലെടുക്കും. അതിനാണ് ടീം പത്തനംതിട്ട എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ 7 MLA-മാരും തദ്ദേശ ജനപ്രതിനിധികളും അദ്ദേഹവും ചേർന്ന ടീം. ആ ടീം ഇനി നാടിന്റെ വികസന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. ഭാവിയിലേക്കുള്ള പാതപണി. പാർലമെന്റ് അംഗം മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉൾപ്പെടുന്ന ഒരു ടീം നാടിന്റെ വികസന മുന്നേറ്റത്തിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോൾ വിജ്ഞാന പത്തനംതിട്ട യാഥാർത്ഥ്യമാകും. പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. എങ്ങനെ ഈ ഉറപ്പ് നൽകുന്നത്? നമ്മുടെ തൊഴിലന്വേഷണത്തിന്റെ ഇന്നത്തെ രീതി തലതിരിച്ചാക്കണം. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ കോഴ്സ് പഠിക്കുന്നു, പറ്റുന്നെങ്കിലും എന്തെങ്കിലും നൈപുണ്യം നേടുന്നു, പിന്നെ തൊഴിലന്വേഷണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. ഇനിമേൽ അത് മാറണം. ആദ്യം പറ്റിയ തൊഴിൽ കണ്ടുപിടിക്കും, അതിനുള്ള നൈപുണ്യ പരിശീലനം നൽകും, പ്ലേസ്മെന്റ് നടത്തും. 10,000 തൊഴിലവസരങ്ങൾ ഓരോ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന തെരഞ്ഞെടുത്തോളൂ, നൈപുണ്യ പരിശീലനം നൽകും, ഉറപ്പാണ് തൊഴിൽ. ഇതൊന്നും പറ്റിയില്ലേ? പുതിയത് കണ്ടുപിടിക്കാം. ലോകത്തുള്ള കോടാനുകോടി തൊഴിലുകളിൽ നിന്ന് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പറ്റുന്ന ഏതാനും 10,000 തിരഞ്ഞെടുത്താൽ പോരെ? അത് തിരഞ്ഞെടുക്കാം, ഉറപ്പാണ് തൊഴിൽ.
We want Isaac as our MP. He is hero, Kiffby hero. തോമസ് ഐസക്കിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനത്തിലെ കഴിവ്, പൊതുരംഗത്തെ ഇടപെടലുകളിലുള്ള കഴിവ്, ഇതെല്ലാം നാടിന് ദശാബ്ദങ്ങളായി ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചാൽ ഒരു ഘട്ടത്തിലും ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നല്ല ആശയ വ്യക്തത, നിലപാടുകളിൽ തെളിമ സഖാവ് തോമസ് ഐസക്കിന്. അവിടെ ദേശീയ പ്രശ്നങ്ങളിൽ എതിർക്കേണ്ട കാര്യങ്ങളെ ശക്തമായി എതിർക്കും, തുറന്നു കാണിക്കേണ്ട കാര്യങ്ങളെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കും. കേരളത്തിന്റെ പൊതുവായ ആവശ്യം ശക്തമായി തന്നെ ഉയർത്തും. അതോടൊപ്പം മണ്ഡലമായ പത്തനംതിട്ടയുടെ പൊതുവായ പ്രശ്നങ്ങളോട് ഒപ്പം നിൽക്കുകയും ചെയ്യും. ഇത്തരമൊരു ജനപ്രതിനിധിയാണ് നാടിന് ആവശ്യമെന്ന് പൊതുവെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് സഖാവ് തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. സഖാവ് തോമസ് ഐസക്കിന്റെ ചിഹ്നമായ അരിവാച്ചിട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പത്തനംതിട്ടയുടെ പാർലമെന്റ് മെമ്പറായി അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കുക. We want Isaac as our MP. He is hero, Kiffby hero. മണിമലയാറ്റിൽ കുറുകെ പാലം മൊത്തം ഫണ്ടും കിഫ്ബി. കൊടുമണ്ണിൽ ഒരു സ്റ്റേഡിയം എത്തി മൊത്തം ഫണ്ടും കിഫ്ബി. എലന്തൂർ ഗവൺമെന്റ് കോളേജിനും കിഫ്ബി കൊടുത്തു 20 കോടി. We want Isaac as our MP. He is hero, Kiffby hero. ചേനപ്പാടി മണിമല എന്നിനി ലിസ്റ്റുകളുണ്ട് നീളത്തിൽ. We want Isaac as our MP. He is hero, Kiffby hero. കറുകച്ചാലിൽ റോഡിന് കോടി, പൊൻകുന്നത്തും ഫണ്ടെത്തി. തിരുവല്ലയ്ക്കു തിരിച്ചാൽ കാണാം കിഫ്ബി റോഡിൻ ഗെറ്റപ്പ്. റാന്നിപ്പാലം ജേക്കബ് റോഡിന് കോടികൾ നൽകി കിഫ്ബി. We want Isaac as our MP. He is hero, Kiffby hero. കിഫ്ബി ഒഴുക്കിയ ഫണ്ടിൻ ലിസ്റ്റുകൾ 1 by 1 ആയി ചൊല്ലാം. We want Isaac as our MP. He is hero, Kiffby hero. ഐസക് സാറിൻ ആശയം ഇന്നേ നാടിൻ ആശ്രയമായില്ലേ. പദ്ധതി പലതും തീരുമ്പോഴേ നാടിൻ ലെവലതു മാറില്ലേ. കിഫ്ബി റോഡും പാലവും അങ്ങനെ റോഡിൽ സ്റ്റൈലായി നിൽക്കുമ്പോൾ ഐസക് സാറിൻ നോട്ടുകളേകാൻ ക്യൂവായി നിൽക്കും ഞങ്ങൾ. We want Isaac as our MP. We want knowledge station. We want Isaac as our MP. We want knowledge station. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്.